എൻ്റെ പേര് രതീഷ് ഇമ്മാനുവൽ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 10-16 വർഷമായിട്ട് എയർബഡ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. എയർബഡ്സ് മാത്രമല്ല, കോഴിത്തൂവൽ, അതുപോലെ വണ്ടിയുടെ ചാവി, അതിൽ കയ്യിൽ കിട്ടുന്ന എന്തൊരു സാധനം ഞാൻ ഈ ചെവിയിൽ കിടന്ന് ഇങ്ങനെ ചുരുട്ടും. ഭയങ്കര അതികഠിനമായിട്ടുള്ള ചൊറിച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിൽ കാണിച്ചില്ല. 2025 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അൽബു ജമാനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അങ്ങനെ കൗൺസിലിംഗ് പോയപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു കാതിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ ചോദിച്ചു. പക്ഷേ കുറേ നാളായിട്ട് ഇങ്ങനെ കാതിൽ വെള്ളം കെട്ടിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക, കിരികിരാന്നൊരു ശബ്ദം വരിക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രദർ പറഞ്ഞു സൗഖ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അൽബു ജമാനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 227ാമത്തെ എപ്പിസോഡിൽ അച്ഛൻ വിളിച്ച് പറയണത് അനേകം നാളായിട്ട് സ്ഥിരമായിട്ട് ബഡ്സ് ഉപയോഗിക്കുന്ന അനേകം വ്യക്തികളെ ഈശോ സൗഖ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് വന്ന് സ്ഥിരീകരിക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിളിക്കുമ്പോൾ ഈശോ എനിക്കൊരു മെസ്സേജ് പറഞ്ഞു, നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയതും പുതിയതുമായിട്ടുള്ള എയർബഡ്സൊക്കെ എടുത്ത് അത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി. അന്ന് ഈശോയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, ഈശോ ഇനി ഒരിക്കലും ഞാൻ ഇത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് പിന്നെ ഒരിക്കലും ഇത് ഉപയോഗിച്ചിട്ടില്ല. എത്ര നാളായി സൗഖ്യം? ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം. ഇത് എത്ര നാളായിട്ടുള്ള രോഗമായിരുന്നു? 16 വർഷം. നല്ലൊരു കൈയടി കൊടുത്ത് സ്നേഹമുള്ളവരെ, ഈ സഹോദരൻ ഇന്നലെ എൻ്റെ അടുത്ത് ഓടി വന്നിരിക്കുകയാണ് നന്ദി പറയാനായിട്ട്. ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ 16 വർഷമായിട്ടുള്ള രോഗം എന്താണെന്നറിയോ? ചെവിക്കടി. ചെവിക്കടി എന്താണെന്ന് വെച്ചാൽ ഈ ചേട്ടൻ പറയും ഇത് പേടിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിക്കൂടെ ചെവിക്കോടെ ഈ തലയുടെ ഉള്ളിക്കൂടെ എന്തോ സാധനം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കളിക്കും. മനസ്സിലായോ? ഈ ചെവിയുടെ ഉള്ളിക്കൂടെ 2 ചെവിയിലേക്ക് ഓട്ടാണ്. എന്തുട്ടാണോ ഓടുന്നത്? അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കളിക്കുക 2 ചെവിയുടെ ഉള്ളിക്കൂടെ കിടന്നിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹം എന്തിട്ടൊക്കെ കിട്ടണം അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി ഇതൊക്കെയാണ് എന്താ വന്നവർക്ക് അറിയാൻ ഒരു പീഡ. മനസ്സിലായോ? അങ്ങനെ 16 വർഷം അങ്ങനെ അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇദ്ദേഹം മനസ്സിൽ തീരുമാനമെടുത്തു നിന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നത് എന്നെ പറ്റിയാണ്. ഈശോ പറയുന്ന പോലെ കുറേ ബഡ്സ് റൂമിലിരിക്കണമെന്ന് പറയുക, പഴയതും പുതിയതൊക്കെ ആയിട്ട് അതെല്ലാം കൂടി കൊണ്ടുവന്ന് ആ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് ഇപ്പോൾ ഒരു മാസമായി. പിന്നെ അങ്ങനെ ഒരു പ്രവണതയോ അങ്ങനെ ഒരു അവസ്ഥയോ രോഗമോ പിന്നെ ഓടിക്കളിക്കലോ ഉണ്ടായിട്ടില്ല ചെവിയിൽ. കണ്ടോ? നല്ലൊരു കൈയ്യടി കൊടുത്തേ. കണ്ടോ?